എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് എന്നാ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വന്ന് അടുക്കളയിൽ നോക്കുമ്പം അമ്മയുണ്ട് കപ്പ മുറിച്ചിടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പ ഇത്രയും കുറച്ച് മുറിച്ചിടുമ്പം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും എന്നാ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നാ അമ്മ കപ്പേനെ കൊണ്ടുവന്ന പരിപാടി, അതിലെടുക്കതാ നോക്കി ഈ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായതിന് ശേഷം ഞാൻ പോയിട്ട് ഫോണും എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ബാക്കിയൊക്കെ അമ്മ പറയും. അമ്മ എന്നാ അമ്മ ഉണ്ടാക്കുന്നെന്ന്? കപ്പ ദോശയോ? അമ്മ ഇന്ന് കപ്പ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഈ കാണുന്നവർക്ക് അറിയാമായിരിക്കും കപ്പ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ അറിയാത്തവരുണ്ടാകും കേട്ടോ എന്നെപ്പോലെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് കപ്പേനെ കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ പണ്ട് ആട്ടമ്മീൻ അരച്ചിട്ട് ചുട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു കഷ്ണം കപ്പ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ വിശക്കുന്ന അച്ചൂട്ട പറഞ്ഞു, എന്നാ പിന്നെ ഇതൊന്നും നടക്കട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഇപ്പം എന്തെല്ലാം നമ്മൾ ആഡ് ചെയ്യേണ്ടി ഇതിൻ്റെ അകത്ത്? ഇതിൽ നമ്മള് തേങ്ങ, കുറച്ച് ഒരു വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, ഒരു കഷ്ണം പറങ്കി, ജീരകം, മുട്ട, കറിവേപ്പില, ഒരു മല്ലിയില. ഇത്ര ഐറ്റംസ് വേണം അല്ലേ? കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ എന്നാ വേണ്ടേ? കുറച്ച് അരിക്കൂട്ടല്ലേ. നമ്മൾ തലേന്നത്തെ ദോശക്കൂട്ടെല്ലാം ബാക്കിയുള്ളവർക്ക് വളരെ സുഖമാണ് കേട്ടോ. ഉണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ 1-2 ദോശക്കുള്ള ദോശക്കൂട്ട് മാത്രമേ ബാക്കിയുള്ളതെങ്കിൽ ഈ 2 ദോശ എങ്ങനെയാണ് ചുടുകയെന്ന് വെച്ചിട്ട് നിൽക്കണ്ട, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഒരു സ്നാക്ക് ആക്കിയിട്ട്, ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ നമുക്കിതുപോലെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ദോശയൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ദോശയില്ലേ, നമ്മൾ ഈ കപ്പ ദോശ എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയല്ലേ. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്, അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്, കേട്ടിട്ട് പോലും ഇല്ല ഞാൻ. പക്ഷേ നോക്കാമല്ലേ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു കഷ്ണം കപ്പ വേണം. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റ് പോലെ അരേണ്ടമ്മേ, നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തേങ്ങ വേണം, കുറച്ച് തേങ്ങ വേണം. പിന്നെ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ തണ്ട് മല്ലിയിലയുണ്ട്, ഒരു മുട്ട വേണം. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. കൂടെ ഞങ്ങൾ തലേ ദിവസം അരച്ച് വെച്ച ദോശക്കൂട്ട് കുറച്ച് ബാക്കിയുണ്ട്. അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് അരച്ചിട്ട് വരാം. അപ്പോൾ കപ്പ നല്ല വൃത്തിക്ക് പേസ്റ്റായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ബാക്കിയുള്ള ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണോ വേണ്ടതെന്നാ വേണ്ടമേ? പേസ്റ്റായിട്ട് എടുക്കുമോ? പേസ്റ്റായിട്ട് എടുക്കണം അല്ലേ? ഇതുപോലെ തന്നെ അരിഞ്ഞ് നല്ല അരിക്കൂട്ട് പോലെ തന്നെ ഒതുക്കുക വേണ്ടു. ബാക്കിയുള്ളതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, തേങ്ങ ഇട്ടു നമ്മൾ. അതിനുശേഷം ഇട്ടത് തേങ്ങ കുറച്ചൊന്ന് അരച്ചിട്ടെടുക്കാം അല്ലേ? തേങ്ങ കുറച്ച് സമയം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഈ സവാള എന്ന് പറയുന്നത് കുറച്ചൊന്ന് ക്രഷ് ആയിട്ട് എടുക്കുകയും വേണ്ടു. ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഈ ഐറ്റംസൊക്കെ ലാസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ നമ്മളെ ദോശക്കൂട്ട് പോലെ തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് ഇരിക്കണം. ബാക്കിയെല്ലാം ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കി ഐറ്റം ഇടാം. ഉള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മല്ലിയില. ഇത് ലാസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഇടുന്നുണ്ട്. അതും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ദോശക്കൂട്ട് ഏകദേശം ഒരു 2-3 ദോശ ഇടാനുള്ള കൂട്ട് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കപ്പയും ബാക്കിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നേരത്തെ കാണിച്ച ഒരു മുട്ട ബാക്കിയുണ്ട്. ആ മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ കേട്ടോ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് തിക്കുമല്ല. ഇതിലേക്ക് നമുക്ക് നേരത്തെ ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാട് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ 2-3 പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അച്ചൂട്ടിനും അരൂട്ടിനും കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പീസ്, അതായത് ഒരു പച്ചമുളക് മുഴുവനായിട്ടും എടുത്തിട്ടില്ല.
ചെറിയൊരു പീസ് പച്ചമുളക് എടുത്തിട്ടേ ഉള്ളൂ, കാരണം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഒരുപാട് എരിവ്, അതായത് കുറച്ചൊരു എരിവൊക്കെ ആവശ്യമുള്ളതാണ്, കുറച്ചൊരു സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2-3 മുളക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉപ്പ് ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ദോശക്കൂട്ടിൽ ഉപ്പിട്ടതായിരിക്കും. അപ്പം ഉപ്പ് ഒരുപാട് ആവാതെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി, വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. അപ്പം നമ്മളെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അപ്പം നമ്മളെ ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ദോശ ചുട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ചായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അമ്മ പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല, ചൂടാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. പിന്നെ ലുക്കിലല്ലല്ലോ കാര്യമല്ലേ, ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് നോക്കിയാൽ അതുപോലെ തന്നെ ഹെൽത്തിയാണിത് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കെങ്ങനെ ടേസ്റ്റ് നോക്കാം. നമുക്ക് ആച്ചൂട്ടന് തന്നെ കൊടുക്കാം, ആച്ചൂട്ടനും ആരോട്ടനും കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഓക്കെ ആച്ചു, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറ കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണേ, സത്യം പറഞ്ഞാൽ മതി. നീ അത് തിന്നിട്ട് പറ, തിന്നാണ്ട് എൻ്റെ മോനേന്ന് തിന്നിട്ട് അവൻ പറയാം. തിന്നിട്ട് പറ. ടേസ്റ്റ് ഉണ്ട് എന്നാണോ ഇല്ലെന്നാണോ, ചൂടായിട്ടാണ് അങ്ങനെ കളിക്കുന്നത് മനസ്സിലായി. ആച്ചു സത്യം പറ, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? എന്നാ ടേസ്റ്റ് എന്നാ കുഴപ്പം എന്നാ പുളിയുണ്ടാ? ഇത് വേണ്ടേ? ഇവര് ഈ ആച്ചൂട്ടനൊന്നും ഈ കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയിലേൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിപ്പിക്കും, അതൊന്നും കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. അമ്മ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ ഞാൻ നോക്കിയില്ല. സൂപ്പറാ? എന്നാ ടേസ്റ്റ്, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടാ പറയാം. നിങ്ങൾ കഴിക്കുമ്പോൾ എനിക്കും കൊതിയാവും. കപ്പേൻ്റെ രുചി വരുന്നുണ്ട്. കപ്പേൻ്റെ രുചി ചെറിയ, അതായത് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പുളിപ്പുണ്ടാകും. എനിക്കൊന്ന് തലേ ദിവസത്തെ ദോശക്കൂട്ടായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പുളിപ്പും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് എടുത്ത് നിന്നുണ്ട് ഒരാൾ. ഇത് നമ്മൾ ഉച്ചക്ക് വെച്ച കറിയാണ് കേട്ടോ. നമ്മൾ കശുവണ്ടി നമ്മൾ കറിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ കറീൻ്റെ പേരാണ് നമ്മളിത് കൂട്ടി കഴിക്കുക. അപ്പോൾ ഇത് എനിക്കൊന്ന് ഫോട്ടോയിൽ എടുക്കുമ്പോൾ വെള്ള കളറിനെയാണ് കേട്ടോ ദോശക്ക്, അല്ലാണ്ട് ചെറുത്, അതായത് നോർമൽ നോക്കുമ്പോൾ ചെറിയൊരു പച്ചക്കളർ വരുന്നുണ്ട്. എനിക്കൊന്ന് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില അരച്ചതുകൊണ്ട് ചെറിയൊരു പച്ചക്കളർ വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ വെള്ള കളർ മാത്രമാണ് കാണിക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അമ്മ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.